ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തെ നശിപ്പിക്കാൻ ഗൂഢനീക്കം. ശംഖുമുഖത്തെ ചരിത്രപ്രസിദ്ധമായ ആറാട്ടുകടവ് പാതയ്ക്ക് കുറുകെ പടുകൂറ്റൻ പടിക്കെട്ട് നിർമ്മിച്ചു. അൽപ്പശി പൈങ്കുനി ആറാട്ടുകൾ നടക്കുന്ന കൽമണ്ഡപത്തിന് മുന്നിലാണ് ഇറിഗേഷൻ വകുപ്പ് അശാസ്ത്രീയ നിർമ്മാണം നടത്തിയത്. ഇതോടുകൂടി പടിക്കെട്ടുകൾ ചുറ്റി പത്മനാഭസ്വാമിയുടെ വിഗ്രഹം എഴുന്നള്ളിക്കേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ബിഗ് ബ്രേക്കിംഗ് ആണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം ഇത് അനന്തപുരിയുടെ മണ്ണിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ചടങ്ങാണ് എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ തിരുവനന്തപുരം വിമാനത്താവളം പോലും അടച്ചിട്ടുകൊണ്ടുള്ള ഒരു ചടങ്ങാണത്. എന്തായാലും ഇതിൽ എന്താണ് ഈ ഇറിഗേഷൻ വകുപ്പിൽ എന്താണ് കാര്യം എന്നുള്ളത് മാത്രം മനസ്സിലാക്കുന്നില്ല. എന്തിനാണ് ഇവർ ഈ ഒരു ആചാരത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് പ്രശാന്ത്? ഗുഡ് മോർണിംഗ് രാഖി, അശ്വതി. ഞാൻ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. ശംഖുമുഖത്തെ 16 കൽ മണ്ഡപം നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. ഈ 16 കൽ മണ്ഡപത്തിലാണ് അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്ര എത്തി പത്മനാഭസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും നരസിംഹമൂർത്തിയെയും എല്ലാം ആറാടിക്കുന്നതിന് മുമ്പ് കുടിയിരുത്തുകയും അവിടെ ചടങ്ങുകൾ നടത്തുകയും ഒക്കെ ചെയ്തത്. ഈ 16 കൽ മണ്ഡപമാണ്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള 16 കൽ മണ്ഡപമാണ്. ഈ കൽമണ്ഡപം സംരക്ഷിക്കണമെന്നുള്ള ആവശ്യം നിരന്തരമായിട്ട് ഉയർന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു നേരത്തെ നിന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രതിഷേധങ്ങളൊക്കെ നിന്നിരുന്നു. ഇവിടെ ഇതിനെ തുടർന്ന് ഈ കൽമണ്ഡപത്തിന് ഒരു 2 മീറ്റർ 3 മീറ്റർ ദൂരപരിധിയിലായി ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറയുന്നത് പോലെ തന്നെയുള്ള ഈ ആറാട്ടിനെ നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഈ കൽമണ്ഡപത്തിന് അഭിമുഖമായിട്ടാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറിഗേഷൻ വകുപ്പാണ് ഇത് നടത്തുന്നത്. കഴിഞ്ഞ കുറേ കാലമായി നിർമ്മാണം നടന്നുകൊണ്ടുവരികയാണ്. അത് ഈ കടൽ തിരമാലകളെ ചെറുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ ഈ തീരത്തിൻ്റെ ശംഖുമുഖം തീരത്തിൻ്റെ സൗന്ദര്യവൽക്കരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിർമ്മാണം ചെന്നെത്തുന്നത് ഈ 16 കൽമണ്ഡപത്തിന് സമീപത്തായിട്ടെത്തുന്ന ആ സ്ഥലത്തെത്തുമ്പോൾ അവിടെ വലിയ രീതിയിൽ പടികൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതോടുകൂടി തന്നെ ആറാട്ടിന് സുഗമമായി എത്താൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നത്. അതായത് ആറാട്ടിന് അഭിമുഖമായിട്ട് എത്തുന്ന സ്ഥലത്ത് വലിയ രീതിയിൽ പടിക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പടിക്കെട്ടുകൾ നിർമ്മിച്ചതോടുകൂടി തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുമാത്രമല്ല എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ ഈ പടിക്കെട്ടുകളെ ചുറ്റി, അതായത് ഈ ആറാട്ടിന് ഈ കൽമണ്ഡപത്തിൽ ഭഗവാനെ കുടിയിരുത്തിയതിനു ശേഷം ആറാട്ട് എഴുന്നള്ളിക്കാൻ എത്തുമ്പോൾ അവിടേക്ക് ഈ കൽമണ്ഡപത്തിന് നേരെ എതിർവശമായിട്ടാണ് ഈ തന്ത്രി ഇരുന്ന് പൂജ കഴിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന തലത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകളടക്കം പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഈ 16 കൽ മണ്ഡപത്തിൽ നിന്നും നേരിട്ട് ഇറങ്ങാൻ സാധിക്കില്ല. ചുറ്റി വരേണ്ട ഈ പടിക്കെട്ട്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പടിക്കെട്ടുകളെ ചുറ്റി വന്ന് അതിനപ്പുറത്ത് വന്ന് ഇരിക്കണം. അത്തരം സ്ഥലത്ത് വന്നിരുന്ന് മാത്രമാണിത് ഈ ചടങ്ങുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെ അശാസ്ത്രീയമായിട്ടാണ്, അതായത് യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെയാണ് ഈ പടിക്കെട്ടുകൾ നിർമ്മിച്ചത് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഈ സ്ഥലം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തന്ത്രി, അതായത് ഇതിൻ്റെ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഈ നിൽക്കുന്ന ഈ സ്ഥലം, ഇവിടെ വെച്ചിട്ടാണ് പൂജകളും മറ്റും ഒക്കെ നടക്കുന്നത്. അവിടുന്ന് ഇങ്ങനെ ആ പടിക്കെട്ടിൽ നിന്നും നേരെയാണ് ഇറങ്ങി വരേണ്ടത്. അതായത് കൽമണ്ഡപത്തിന് നേരെ അഭിമുഖമായിട്ടെത്തി ഇവിടേക്കാണ് ഇറങ്ങി വരേണ്ടത്. അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇത്തരത്തിൽ ഈ പടിക്കെട്ടുകൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വലിയ പടിക്കെട്ടാണ്. ഇതിലൂടെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ആറാട്ട് സമയത്ത് നമുക്ക് ഈ പടിക്കെട്ടിലൂടെ എത്താൻ പോലും സാധിക്കുന്നത്? നമുക്ക് ഇങ്ങനെ വലിയ പടിക്കെട്ട് ചാടിക്കടന്ന് അല്ലെങ്കിൽ വിഗ്രഹവുമായിട്ട് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ വിഗ്രഹങ്ങൾ കൊണ്ട് ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പടിക്കെട്ടിനെ മറികടന്ന് കറങ്ങി വേണം ഈ സ്ഥലത്തേക്ക് ആറാട്ട് നടത്തുന്ന അവിടെ അഭിഷേകം അടക്കം നടത്തുന്ന ഈ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അശാസ്ത്രീയമായൊരു നിർമ്മാണമാണ് നടത്തിയതെന്നാണ് ഈ ഇപ്പോൾ ഹിന്ദു സംഘടനകൾ അടക്കം പറയുന്നത്. ഇത്തരത്തിൽ യാതൊരു അതായത് ഈ ആറാട്ടും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചൊന്നും യാതൊരു
മുൻവിധികളും ഇല്ലാതെയാണ് ഇവർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ആചാരത്തെ തന്നെ നമുക്കറിയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ടുള്ള ആചാരം, നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരം, ആ ആചാരമാണ് ഈ അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങൾക്ക്. ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എയർപോർട്ട് തന്നെ മണിക്കൂറുകളോളം അടച്ചിടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പവിത്രത എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെയുള്ള ആചാരത്തെ നശിപ്പിക്കുന്ന നിലയിലാണ് ഇത്തരത്തിൽ ഈ പടിക്കെട്ടുകൾ ഇത്രയും കെട്ടിവെച്ചിരിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറുടെ ഭാഗത്തായാലും ശരി, ഇറിഗേഷൻ വകുപ്പിൻ്റെ ഭാഗത്തായാലും ശരി ഗുരുതരമായിട്ടുള്ള വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇവർ ഈ പടിക്കെട്ടുകൾ നിർമ്മിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതാണ് ഹിന്ദു ഐക്യവേദിയും പറയുന്നത്. യാതൊരു ചർച്ചകളോ അല്ലെങ്കിൽ ഈ അൽപ്പശി പൈങ്കിനി ഉത്സവത്തിൻ്റെ ആ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം സന്ദർശിക്കുകയോ ഇതിനൊരു നിർദ്ദേശം നൽകുകയോ ചെയ്തില്ല എന്നതാണ് ഹൈന്ദവ സംഘടനകൾ ഒന്നായിട്ട് ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ ഉത്സവത്തെ തന്നെ അൽപ്പശി പൈങ്കിനി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ആറാട്ട് മഹോത്സവത്തെ തന്നെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക, അതിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയത്. അതുമാത്രമല്ല നിർദ്ദേശങ്ങളൊന്നും നൽകാതിരുന്നതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഈ സ്ഥലത്ത് നിന്നും തന്ത്രി പൂജ ചെയ്യുമ്പോൾ ഭഗവാന്റെ ഗരുഡവാഹനം അവിടെയാണ്, ആ കൽമണ്ഡപത്തിൻ്റെ സമീപത്തായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും തന്ത്രി ഈ മണൽപ്പുറത്തിരുന്നു കൊണ്ട് പൂജ ചെയ്യുമ്പോൾ ഗരുഡവാഹനത്തെ കാണാൻ സാധിക്കില്ല. നേരത്തെ ആണെങ്കിൽ ആ കൽമണ്ഡപവും അവിടുത്തെ ഗരുഡവാഹനത്തെയും കാണാൻ സാധിക്കും. ആ ഗരുഡവാഹനത്തെ നോക്കിയിരുന്നു കൊണ്ടാണ് പത്മനാഭസ്വാമിയെ ഈ മണ്ണിൽ സ്ഥാപിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യുകയും പൂജ ചെയ്യുകയും ചെയ്തത്. എന്നാൽ നിലവിലെ ഒരു സാഹചര്യം, ഈ പടിക്കെട്ടുകൾ വരുന്നതോടുകൂടിയുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ തന്ത്രി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ പടിക്കെട്ടുകൾ മാത്രമാണ് കാണുന്നത്. കൽമണ്ഡപമോ ഗരുഡവാഹനമോ കാണാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയുന്നത് ഇതാണ് ഇത്തരത്തിൽ ആചാര ലംഘനം എന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്തെ സംരക്ഷിക്കണം. കടപ്പുറം എന്ന് പറയുന്നത് വെറും മറ്റ് ബീച്ചുകൾ പോലെ ഒരു കടപ്പുറമല്ല തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരം കടപ്പുറം എന്ന് പറയുന്നത് അത് ഭഗവാന്റെ പത്മനാഭസ്വാമിയുടെ ആറാട്ടുകടവാണ്. ആറാട്ടുകടവ്, ആ ആറാട്ടുകടവിനെ സംരക്ഷിക്കുക എന്നത് കാലമായിട്ടേ ഉള്ളതാണ്. ആ ആറാട്ടുകടവിലാണ് ഇത്തരത്തിലുള്ള അനാസ്ഥ, ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽപ്പശി പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് മഹോത്സവത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവരങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്. എന്തായാലും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ആറാട്ടുകടവ് എന്ന് പറയുന്നത് അത് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പത്മനാഭസ്വാമിയുടെ ആറാട്ട് അതിന്റെ അതെ മങ്ങലേൽപ്പിക്കാനുള്ള ഒരു ഗൂഢ നീക്കമായി തന്നെയാണ് ഇറിഗേഷൻ വകുപ്പിന്റെ ഈ ഒരു നീക്കത്തെ നമ്മളൊക്കെ കണ്ടു. പ്രശാന്ത് താണ്ടിയ വഴികൾ, അതുവഴി വേണം പ്രശാന്തിന് ഒരു മൈക്ക് മാത്രം പിടിച്ച് അതിൽ കടന്നാൽ മതി. പക്ഷെ ഇത് ആറാട്ട് മഹോത്സവം ആകുമ്പോൾ അങ്ങനെയല്ലല്ലോ. അതും പ്രശാന്ത് എന്ത് പ്രയാസപ്പെട്ടാണ് അവിടെ എല്ലാം ഓടി നടന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. എന്തായാലും ഇതൊക്കെ ശരിക്കും ഒരു ചതി തന്നെയാണ്. ഒരു സംസ്കാരത്തെ ഒട്ടാകെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢശ്രമം, അതും എല്ലാവരും ഒത്തുചേർന്ന് നടക്കുന്ന ഒരു ശ്രമമാണ്. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തെ നശിപ്പിക്കാനുള്ള ഗൂഢനീക്കത്തെ നമ്മൾ എല്ലാവരും തകർത്തെറിഞ്ഞേ മതിയാകൂ. ആറാട്ടുകടവ് പാതയ്ക്ക് കുറുകെ പടുകൂറ്റൻ പടിക്കെട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.